മാസം ഒന്നായി കദീസ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഏത് കദീഷു? എന്റെ ആദ്യത്തെ കിട്ടുമെന്ന്. അതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാളുടെ ചെലവിന് തന്നെ കിട്ടുന്ന ഇല്ല. എന്നിടയ്ക്ക് ഇയാളോട് ആരാ പറഞ്ഞ 2-3 ഒക്കെ കെട്ടാൻ? ഞാനും പറഞ്ഞത് ഇയാളെന്തിനാ പെണ്ണേട്ടാ നടക്കുന്നത്? അധ്യാപകർ എന്ന് പറയുന്ന മാതൃകാ പുരുഷന്മാരാണ്. 5-6 പെണ്ണും കെട്ടി സ്ഥാപനത്തിൽ നടക്കണ്ടാക്കാന്ന് വെച്ചാൽ കുറെ നാളെ ഞാൻ പറഞ്ഞു വിചാരിക്കണം. അല്ലേ മാഷ് എന്ന് പറയുന്നു. അയാൾക്ക് വേണമെന്ന് വെച്ചാൽ 2-3 കല്യാണം കഴിച്ചോട്ടെ. അത് അയാളുടെ ആരോഗ്യം, അയാളുടെ പേഴ്സണൽ മാറ്റേഴ്സ്. മാഷ് കൂടാൻ മാഷം കല്യാണം കഴിച്ചോളൂ. ഞാൻ കയറാനുള്ള കാശിന്റെ കാര്യം പറയണോ? ക്യാഷ് കൊടുക്കണം മാഷേ. മാഷേ, ഞാൻ ഇത്രയും കാലം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ എന്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു? എന്റെ മകന് തൽക്കാലം ഒരു ഓപ്പറേഷൻ വേണം. വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു 10,000 രൂപ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഓപ്പറേഷൻ നടത്തിയാനെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ. നിങ്ങളുടെ ആരെങ്കിലും നടക്കട്ടെ. എന്നാ വേണ്ട മാഷേ, ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ? എന്നാ മാഷേ. ഒരാവേശത്തിന് ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഇത്? മാഷേ, ഞാനൊരു ഇസ്ലാമാണ്. ശവത്ത് കുത്താന്ന് മനസ്സിലാക്കരുത്. നിങ്ങളെ ചേരും കൂട്ടടിക്ക്. വല്ലാഹി ഇയാൾക്കൊരു മോനുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഓനക്ക് ഇങ്ങനെ ഒരു രോഗമില്ല. പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണമെങ്കിൽ ഇതൊരു കള്ള് ഷാപ്പായിനി. കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോൾ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ്. നമ്മളൊക്കെ അധ്യാപകരല്ലേ, നമ്മളൊക്കെ കുടുങ്ങിയില്ലേ? ഇപ്പൊ ഇതിന്റെ ഷെയർ വേണമെങ്കിൽ വേണോ? എനിക്ക് വേണം. എന്നാ